പിന്നെ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ക്വസ്റ്റ്യൻസ് ആയി. കാരണം നിങ്ങൾ ലവ് മാരേജ് ആണോ അറേഞ്ച് ആണോ, നിങ്ങൾ എങ്ങനെയാണ് പ്രേമം, എങ്ങനെയൊക്കെ അപ്പൊ ഒരു ദിവസം പറയാം. ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയാം. ഇതായാലും ഞങ്ങളുടെ ഫസ്റ്റത്തെ വ്ളോഗാണ് കേട്ടോ. അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അപ്പൊ അങ്ങനെ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്ത് ഞാനാണ്. നമ്മള് പറയാ അങ്ങനെയല്ല, ഞങ്ങൾക്ക് അറിയാം കേട്ടോ, മുമ്പ് അറിയാം. പക്ഷെ എനിക്ക് മൂപ്പര് അറിയില്ല, മൂപ്പർക്ക് എന്നെ അറിയാം. റിലേഷൻ അല്ല, ഫാമിലീസ് ഒക്കെ ഉണ്ട് മൂപ്പരെ വീടിന്റെ അടുത്ത്, അങ്ങനെ അറിയാം. പക്ഷെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. മൂപ്പരെ ഫാമിലി ഇഷ്യൂസും കൊണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ദാറ്റ്സ് ഓൾ. എന്നിട്ട് മൂപ്പര് ഒരു തവണ എന്റെ ബർത്ത്ഡേയുടെ മുമ്പ് ഞാൻ വന്നപ്പോ മൂപ്പര് ജസ്റ്റ് ഒരു ഐ കോണ്ടാക്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഇവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് വിഷ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്നൊരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമില്. സ്വാഭാവികം, നമ്മളെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തു. എന്തിന് നമ്മൾ താങ്ക് യു പറയണം, എന്തിന് അതൊരു പ്രൊസീജിയർ ആണല്ലോ. ഞാൻ അങ്ങനെ വിഷ് ചെയ്തു, താങ്ക്സ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങനെ ചാറ്റായി, നോർമൽ ചാറ്റിട്ട് ഭയങ്കര ചാടയായിരുന്നു. ഭയങ്കര ചാട. എന്താ ചായ കുടിച്ചോ, ടീ കുടിച്ചോ, ഫുഡ് കഴിച്ചോ, അത്ര ചോദിക്കുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം ഒരു 2 months ഒക്കെ കഴിഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങോട്ട് തനിക്കെന്നെ ഇഷ്ടമാണോ ചോദിച്ചു. ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യം ചോദിക്കണ്ടേ? എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു നോ. അപ്പൊ അതോടെ ഞാൻ മെസ്സേജ് കട്ട്. ഞാനും മെസ്സേജ് കട്ട്. പക്ഷെ നടന്നില്ല. എന്നിട്ട് പിന്നെ എത്ര ഒരു 2 weeks ഒക്കെ കഴിഞ്ഞപ്പോ ഇവിടുന്ന് മെസ്സേജ് അയച്ചു എനിക്ക്. സ്വാഭാവികം, നമ്മളോട് ഇങ്ങനെ എന്നും എന്തിന്, അതിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ. എനിക്ക് അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ മെസ്സേജ് എന്നിട്ട് ഇഷ്ടമാണ് പറഞ്ഞു. പിന്നെ അതിന്റെ ഇടയിൽ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീൻസ് ഞങ്ങളുടെ ഇടയിൽ ഒരു മീഡിയേറ്റർ ഉണ്ടായിരുന്നു. മീഡിയേറ്റർക്ക് മീൻസ് ഗോവലാണ്ട് ഒരു എന്താ മൂപ്പത്തിയർക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാൻ മൂപ്പരെ സ്നേഹിക്കുള്ളൂ എന്നുള്ളൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ മൂപ്പത്തിയർക്കും കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്, റെഡിയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ മെസ്സേജ് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ തുടക്കത്തിൽ വെറും ടൈം മെസ്സേജ്. കാരണം ഞങ്ങൾ എന്താ പറയാ, ഞങ്ങള് കുറച്ചുകൂടെ ഏജ് ആയി കഴിഞ്ഞാൽ മൂപ്പര് വഴിക്കൂ ഞാൻ എന്ന് ഞങ്ങൾ ഫസ്റ്റ് ഇയർ കോൺട്രാക്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിനിറങ്ങി തിരിച്ചത്. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി. പിന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടാ. പിന്നെ പഠിച്ചപ്പോട്ട് കറങ്ങലായി, അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക്, ഡെയിലി കാണലായി, വീട്ടിൽ പിടിക്കലായി, തല്ലലായി, ലാസ്റ്റ് വയ്യ അങ്ങനെ. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് പിന്നെ ഞങ്ങൾ ആരോ ഒത്തിയതാണ്, അതാണ് സംഭവം ഉണ്ടായത്. ഞങ്ങൾ എവിടെ കറങ്ങാൻ പോയി ആരോ കണ്ടിട്ട് കസിൻസിന്റെ അടുത്ത് പറഞ്ഞു. മീൻസ് അങ്ങനെ ഡെയിലി എന്താ ആഴ്ചയിലോ എല്ലാ ദിവസവും കറങ്ങാൻ പോകും അങ്ങനത്തെ മൈൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. കറങ്ങാൻ പോകും. അതുപോലെ ഗോകുലന്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്തോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. അത് ഗോകുലന്റെ നാട്ടിൽ തന്നെ ആരോ കണ്ടിട്ട് അതിങ്ങനെ സ്പ്രെഡായി നല്ല പ്രശ്നമായി. എന്നിട്ട് പിന്നെ നന്ദി മാത്രം. എനിക്ക് നന്ദിയില്ല, എല്ലാം കഴിഞ്ഞു. എന്റെ ഭാവി പോയി കല്യാണം കഴിച്ചു. എന്താ ഭാവി പോവാന്നത്? ഞാൻ എവിടെ എത്തണ്ട, എവിടെ എത്തിയിട്ടില്ല. അപ്പൊ എന്നെ കെട്ടിയതുകൊണ്ടാണ് ഇവിടെ മതി. എന്താ മാരേജ് കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോകുലേട്ടൻ ഒരു ഫാമിലി എന്ന് പറയാൻ ഞങ്ങളായിരുന്നു. എന്നെ കല്യാണം കഴിച്ചിട്ടായിരുന്നെങ്കിൽ ഗോകുലേട്ടൻ ഫാമിലി എന്ന് പറയാൻ വേറെ ഒരാളും ഉണ്ടാവില്ല. ഇപ്പൊ ഗോകുലേട്ടൻ ഫാമിലി ആരാ വെച്ചാൽ എനിക്ക് എന്റെ വൈഫുണ്ട്, എനിക്ക് എന്റെ കുട്ടിയുണ്ട് എന്ന് പറയാൻ ഞാൻ വന്നോണ്ടാണ് ആയത്. അല്ലെങ്കിൽ ഗോകുലേട്ടൻ ആരുമില്ല. ഇപ്പൊ തന്നെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഗോകുലേട്ടൻ ആരുമില്ല. ചെറിയൊരു കുടുംബം. ഞങ്ങള് 3 പേര് മാത്രമാണ്. ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ഇതിനെല്ലാം സഹായിച്ച് ഞങ്ങളൊരു ഫോൺ ഉണ്ടായിരുന്നു. വീട്ടിൽ പിടിച്ചപ്പോ ഫോണും കാര്യങ്ങളെല്ലാം പിടിച്ചു വാങ്ങി. ഇവളുടെ ഫോണെ വീട്ടിൽ പിടിച്ചു, അമ്മ വാങ്ങി വെച്ചു. പിന്നെ കോണ്ടാക്റ്റിലായിരുന്നു. പിന്നെ ഒരു ദിവസം ആരുടെ ഫോൺ തന്നെ വിളിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ലോകത്തെ ഏറ്റവും ചെറിയ ഫോൺ നോക്കിയിട്ട് ഓർഡർ ചെയ്തു. പേര് ഞാൻ പറയില്ല, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങള് ഗേൾ ഫ്രണ്ട്സ് വാങ്ങിക്കൊടുക്കേണ്ട പരിപാടിയാണ്. അപ്പൊ അത് കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ അറിയില്ല കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ആകെ ഈ 2 വിരലിന്റെ വീതി അത്രയുള്ള ഫോണ്. പേര് ഞാൻ പറയുന്നില്ല, അറിയുന്നവർക്ക് അറിയും, ഇല്ലാത്തവർക്ക് തൽക്കാലം പറയുന്നില്ല. ഫിറോസ്ക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കണ്ടു ഞാൻ എടുത്താണ്.
അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വഴിക്ക്, അവൾ വേറൊരു വഴിക്ക്. ഞങ്ങൾ തുടക്കത്തിലേ ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ സീരിയസ് ആവില്ല, ഞങ്ങൾ സെപ്പറേറ്റ് വഴിക്ക് പോകുന്നൊക്കെ. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ ട്വിസ്റ്റ്. ഗോകുലേട്ടൻ എന്നെ ശരിക്കും ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഗോകുലേട്ടൻ എന്നെ ഇഷ്ടമായിരുന്നു അത്രേ. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര നമുക്കറിയാം, അതായത് നമ്മൾക്ക് കാണുന്ന ചെക്കന്മാരെല്ലാം നോക്കിട്ട് ചിരിച്ചിട്ട് പോകാൻ പറ്റും. ഇല്ലല്ലോ, ചിരിക്കാനുള്ള ചിരിക്കണേ. എനിക്ക് ഗോകുലേട്ടൻ അറിയില്ല. അപ്പൊ പിന്നെ ഞാൻ അതോടെ വിട്ടു, ആ ചാപ്റ്റർ അവിടെ വിട്ടു. ഇങ്ങനത്തെ ഒരാൾ ഈ നാട്ടിലുണ്ട് എന്ന് ഞാൻ അറിയണത് എപ്പോഴാണ്? നിങ്ങളുടെ മറ്റേ ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് ഞാൻ TV-യിൽ ഞാൻ നിങ്ങളെ കാണുന്നത്. അതറിയാം, നേരിട്ടും കൂടിയല്ല. ഞാൻ ആ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ നിങ്ങളെ ആ പ്രോഗ്രാമിൽ കൂടെയാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഗോകുലേട്ടനെ കാണുന്നത് കേട്ടോ. പിന്നെ അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരാളെന്നെ ഇഷ്ടപ്പെടുന്നത് നമ്മളോട് വന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. അല്ലാണ്ട് നോട്ടം കൊണ്ട് മനസ്സിലാക്കാൻ ഞാൻ വേറെ വല്ല ജീവിയൊന്നും അല്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ആ ചാപ്റ്റർ വിട്ടു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അറിയില്ല. പിന്നെ എനിക്ക് വേറെ പ്രൊപ്പോസലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങള് ജോലി അടിച്ച് അങ്ങനെയൊക്കെ പോയി. എന്താ പ്രൊപ്പോസല്? നമ്മള് അന്നത്തെ കാലത്ത് നമ്മൾ സുന്ദരനായിരുന്നു. ഇപ്പൊ ഭൂലോകപ്പെടുത്താണ്ടായിരുന്നു. ഒരു കൂടെ ക്ലാസ്മേറ്റ് പഠിച്ച കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടാ അറിയും, അല്ല പറയും. എന്താ പറയാ, ഒരു പെണ്ണ് മൊത്തം സംസാരിക്കാൻ നീ ഇത്രയും പാവം പിടിച്ച ഒരുത്തനെ എങ്ങനെയാ നീ പ്രേമിച്ചത്? പക്ഷെ ഞാൻ പ്രേമിക്കുമ്പോ ദൈവം വെച്ചിട്ട് പ്രേമിക്കുമ്പോ ഭയങ്കര പാവമായിരുന്നു. അയ്യോടോ അച്ചു അങ്ങനെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആണല്ലോ, പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അല്ലേ, പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അതൊക്കെ അത്രേ ഉള്ളൂ. ആദ്യത്തെ വ്ളോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലവ് സ്റ്റോറി വെയിറ്റ് ചെയ്തെന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവർക്കും ഹാപ്പി ആയി വിചാരിക്കണം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.